അച്ഛന്റെ വിജയത്തിന്റെ പിന്നിൽ അമ്മയാണോ? അല്ല. പിന്നെ ആരാണ്, ഏത് സ്ത്രീയാണ് അച്ഛന്റെ വിജയത്തിന്റെ പിന്നിൽ? അച്ഛമ്മ. അച്ഛമ്മ. അതായത് അച്ഛന്റെ അമ്മയാണ് അച്ഛന്റെ വിജയത്തിന്റെ പിന്നിൽ, അല്ലാതെ അച്ഛന്റെ ഭാര്യയായ ഈ വിജയ് മേനോന്റെ അമ്മയായ ഇതിന്റെ പേര് സ്മിതയല്ലെന്നാണ് പറയണത്. അച്ഛനാണോ പാവം, അമ്മയാണോ പാവം? രണ്ടുപേരും മോനെ ഉപദ്രവിക്കാറില്ല? ഇടക്ക്. അങ്ങനെ ഇടക്ക് ഉപദ്രവിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആരാണ്? ഒരുമിച്ച് മത്സരിക്കും. തല്ലുന്നത് ആരാണ്? അമ്മയച്ഛനും. ഏറ്റവും കൂടുതൽ തല്ലിയിട്ടുള്ളത് ആരാണ്? അച്ഛൻ. എന്തിനാണ് അച്ഛൻ തല്ലുന്നത്? അച്ഛൻ ഓരോ കുരുത്തക്കേടുകൾ കാണിക്കും, തല്ലിച്ച് മറിയും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോ ഹാങ്കർ കൊണ്ട് അടിക്കും. എന്തുകൊണ്ട്? ഹാങ്കർ കൊണ്ട് അടിക്കും. കയ്യിൽ കിട്ടുന്നത് ഹാങ്കർ ആയതുകൊണ്ടാണ് ആ ഹാങ്കർ കൊണ്ട് ഈ പിന്നെ ഹാങ്കർ കൊണ്ട് അടിക്കും. അമ്മ എന്തുകൊണ്ട് അടിക്കുന്നത്? ചേച്ചിനെയാണോ കൂടുതൽ ഉപദ്രവിച്ചിട്ടുള്ളത്, വിജയ് മേനോനെയാണോ കൂടുതൽ ഉപയോഗിച്ചത്? രണ്ടുപേരും. കരയോ രണ്ടുപേരും തല്ലുമ്പോ? ചേച്ചി കരയോ? എങ്ങനെയാ കരയണത്? മോന എനിക്ക് അടി വന്നാ ഞാൻ കരയില്ല, ഞാൻ കരച്ചിൽ പിടിച്ചു വെക്കും. കരച്ചിൽ പിടിച്ചു. മണ്ണൊലിപ്പ് തടയാൻ നേരത്ത് മണ്ണ് നമ്മളിങ്ങനെ വെള്ളം പിടിച്ചു വെക്കുന്നത് പോലെ ആ കരച്ചിൽ എങ്ങനെ പിടിച്ചു വെക്കുന്നത്? കരയാൻ പറ്റില്ല നമുക്ക്. ഇങ്ങനെ പിടിച്ചു വെക്കാൻ ആഗ്രഹമുള്ളവര് ഫേസ് കണ്ടേക്കണം. എങ്ങനെ മോനെ പിടിച്ചു വെക്കണത്? നിന്ന് കൊള്ളണം. അവിടെ നിന്ന് ഇതിങ്ങനെ പിടിച്ചു നിന്ന് കൊള്ളണം. ആ അടി തീരണവരെ ആ വേദന പിടിച്ചമർത്തണം. അല്ലാതെ ചേച്ചി കരയുന്നത് പോലെ എങ്ങനെയാണ് അങ്ങനെ കരയരുത്. അത് നാണക്കേടാണ്. കാര്യം എന്താണ്? നമ്മൾ ആൺകുട്ടികളാണ്. നമ്മൾ ആൺകുട്ടികൾ കരയാമോ? ഇല്ല. വലുതാവുമ്പോൾ ആരാകണമെന്ന് ആഗ്രഹം? സയന്റിസ്റ്റ് ആകാനാണ് ആഗ്രഹം. എന്ത് കണ്ടുപിടിക്കും? എന്താണ് കണ്ടുപിടിക്കാൻ പോകുന്നത്? എന്തെങ്കിലും സാധനം. നമ്മുടെ വീട്ടിലൊരു സാധനം കാണാണ്ടായാൽ ആരാണ് കണ്ടുപിടിക്കുന്നത്? ചൂല് കണ്ടുപിടിക്കും. ചൂരില നമ്മളിങ്ങനെ അടിച്ചു വരുമ്പോ ഓരോന്നൊക്കെ താഴത്തേക്ക് വരും. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും കാണാണ്ടായ ചൂലാണ് കണ്ടുപിടിക്കുന്നത്. കാര്യം അമ്മ ഇങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ച് വരുമ്പോൾ കാണാതായ സാധനം ഓരോന്ന് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും ഇല്ലേ? അതൊരു നല്ല പോയിന്റാണ്. ചൂലാണ് നമ്മുടെ വീട്ടിലെ ഏറ്റവും വലിയ സയന്റിസ്റ്റ്. അമ്മയല്ല. അമ്മ ഈ ചൂലായിട്ട് വരുമ്പോൾ ദേ കിടക്കണ അച്ഛൻ, ദേ കിടക്കണ ചേച്ചി, ദേ കിടക്കണ അച്ഛൻ്റെ ചെരുപ്പ്. അച്ഛൻ അമ്മ എന്തെന്നാ വിളിക്കുന്നത്? വീട്ടില് ആരെങ്കിലും നുണ പറയൂ? നുണ പറയുന്നത് ആരാണ്? അച്ഛൻ. ആരോടാ നുണ പറയുന്നത്? അമ്മ ആരോടെങ്കിലും നുണ പറയോ? ഇല്ല. അച്ഛനാണ് മെയിൻ നുണ പറയണത്. ഒരു നുണ ഒന്ന് പറഞ്ഞേ. അച്ഛൻ പറയും നാളെ നിനക്ക് ഞാൻ കാശ് തരാം എന്ന് പറയും. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എന്താ കാശും തരില്ല. ഓരോരോ വാഗ്ദാനങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ അച്ഛൻ അമ്മയ്ക്ക് ഇങ്ങനെ ദിവസവും വാഗ്ദാനം കൊടുത്തുകൊണ്ടിരിക്കുക. നാളെ തരാം. ഞാനത് സൂത്രം കാണിക്കും. കാണിക്കും. ഒന്നുകൂടി കാണിച്ചത് എല്ലാവരും കണ്ടിരുന്നോട്ടോ. സംഗതി കൊള്ളാം. നല്ല പരിപാടിയാ. പിരികം അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ആർക്കെങ്കിലും കാണിക്കാൻ പറ്റുമെന്ന് നോക്കുക. ആരാ ഇത് പഠിപ്പിച്ചത്? എല്ലാം തന്നെ പഠിക്കുന്നത്. അപ്പൊ ആരാകാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞത്? സയന്റിസ്റ്റ് ആകാനാണ് ആഗ്രഹം. വീട്ടിൽ എന്തെങ്കിലും കാണാണ്ട് പോയാൽ കണ്ടുപിടിക്കുന്ന ആളാരാണെന്ന് പറഞ്ഞത്? ചൂല്. അത് പുതിയൊരു അറിവാണ്. അപ്പോൾ നമ്മുടെ ആള് സയന്റിസ്റ്റ് ആകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. പല കണ്ടുപിടുത്തങ്ങളുമായിട്ട് ആലുവയിൽ കീഴ്മാട് നിന്നും ഒരു സയന്റിസ്റ്റ് വരുമെന്ന് പ്രതീക്ഷിക്കാം. അതിനുവേണ്ടി പഠിക്കുന്നു. പഠിക്കണ കാര്യത്തിൽ മിടുക്കനാണോ? ചേച്ചി പഠിക്കില്ല. ആള് മിടുക്കൻ. ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചൊരു പ്രസംഗം പറയാമോ? ഒന്ന് പറഞ്ഞേ. A cheerful good morning to all respected judges, beloved teachers, and my dear friends. Today I am standing before you to tell a few words about friendship. Friendship is the most precious of our relations. I hope everyone will agree with me on this point. We have heard the saying, a friend in need is a friend indeed. Those who have friends are the luckiest of all us. They are got someone to care
for them or to share their feelings with them. I am also very lucky in this matter as I have many friends in my class. They are very loving. My friends accompany my joys and sorrows. They support me in doing mistakes. They encourage me to study. A good friendship is a gift of God. I conclude my words. Thank you. Have a nice day. കറങ്ങിയോ? മാക്സിമം കറങ്ങിയോ? കറങ്ങാനൊക്കെ പോയോ? കറങ്ങൽ ഇഷ്ടമാണോ? ഇപ്പൊ കറങ്ങുന്നോളൂ സുഖമുണ്ടോ? ഇതിന് നല്ല സുഖമുണ്ടോ ഈ കറക്കത്തിന്? എന്താ പേര്? ആദിത്യൻ. ആദിത്യ? ആദിത്യൻ. അച്ഛന്റെ പേര്? അച്ഛന്റെ പേര് രഞ്ജിത്ത്. അമ്മയുടെ പേര്? അമ്മയുടെ പേര് ശ്രുതി. ശ്രുതി. എവിടെയാണ് വീട്? വീട് മാച്ചാമ്പുറം. മാച്ചാമ്പുറം. മാച്ചാമ്പുറം തൃശ്ശൂര്. തൃശ്ശൂര്. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? LKG. LKG. ആരാ പഠിപ്പിക്കുന്നത്? ടീച്ചറിന്റെ പേരെന്താണ്? ടീച്ചറിന്റെ പേര് സദയ. 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 ഓ നല്ല പേരാണല്ലോ സദയ ടീച്ചർ. നന്നായിട്ട് പഠിപ്പിക്കുക. ആളെങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ട്. സദയ ടീച്ചർ എങ്ങനെയുണ്ട്? സൂപ്പർ. തല്ലുവോ? അടി കൊള്ളുവോ? പിച്ചേട്ടുണ്ടാ? അടി കിട്ടിയിട്ടുണ്ടാ? ടീച്ചർ അവിടെ ഉറങ്ങുവോ? നിങ്ങൾ ഉറങ്ങുവോ? അപ്പൊ ടീച്ചർ കിടന്ന് ഉറങ്ങുവോ? ആരാ കൂടുതൽ ഉറങ്ങുന്നത്? ചെന്ന ഉടനെ ഉറങ്ങുവോ? എന്താ കഴിക്കുന്നത് രാവിലെ? കറി എന്ത് വേണം? സാമ്പാറും ചോറും ഉണ്ടെങ്കിൽ ആർക്ക് ഇഷ്ടമാണ്. മീനൊന്നും ഇഷ്ടമല്ലേ? മീൻ ഇതുവരെ കൂട്ടിയിട്ടില്ലേ? ഇറച്ചി വല്ലതും കൂട്ടിയിട്ടുണ്ടോ? എന്തിറച്ചി? പോർക്കിറച്ചി. പോത്തിറച്ചിയാ? ഏതിറച്ചിയാണ് ഇഷ്ടം? പോത്ത്. അച്ഛൻ എന്ത് ചെയ്യണം? അലൂമിനിയത്തിന്റെ പ്രഷറാ? അലൂമിനിയത്തിന്റെ ലോഡിംഗ് ആണ് അലുമിനിയത്തിന്റെ കമ്പനിയിൽ. അവിടെ അച്ഛൻ നിൽക്കണുണ്ട് അല്ലേ? അച്ഛന്റെ പേരെന്താന്ന് പറഞ്ഞേ? അച്ഛന്റെ പേര് രഞ്ജിത്ത്. രഞ്ജിത്ത്. വീട്ടിൽ ആരാണ് മോൻ എപ്പോഴും കൂടെ ഉണ്ടാവുന്ന? ആരാണ്? അമ്മ. അമ്മയാണോ പഠിപ്പിക്കുന്നത്? നന്നായിട്ട് പഠിപ്പിക്കുവാ? പഠിപ്പിക്കുമ്പോ തല്ലുവോ? പിണങ്ങോ? എന്തെങ്കിലുമൊക്കെ വാങ്ങി തരുവോ? എന്താ വാങ്ങി തന്നത് എപ്പോഴും? വേറെ ഒന്നും വാങ്ങി തരില്ല? എവിടെയെങ്കിലും കൊണ്ടുപോകുമോ? വീട്ടിൽ ആരാ കുറുമ്പിയാരാണ്? അമ്മ. അച്ഛൻ എങ്ങനെയുണ്ട്? അച്ഛനടിക്കില്ല. സൂപ്പറാ. അമ്മയോ? അമ്മ അടിക്കും. നുണ പറയുന്നവരാണ് വീട്ടില്? ചിലപ്പോ അടിക്കും. അപ്പൊ അച്ഛനും അമ്മയും കൂടി വഴക്ക് കൂടുവോ? ആരാ വഴക്ക് കൂടണം? അമ്മ. എന്ത് പറയും? അമ്മേനെ ചീത്ത പറയും. ആര്? അച്ഛൻ. എന്താ ചീത്ത പറയാൻ കാര്യം? അമ്മേനെ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ അടിക്കും. അമ്മനെ ചീത്ത പറയുമ്പോ അമ്മ അടിക്കും. അപ്പൊ അമ്മ എന്ത് ചെയ്യും? അമ്മ ചൂട് വടിയെടുക്കും, തടിക്കും. ആരാ? അച്ഛനെ. അമ്മ. ചൂല് എടുത്ത് അടിക്കുവോ? ചൂരിലുകൊണ്ട് അടിക്കുവോ? കൊച്ചുമോൻ കണ്ടിട്ടുണ്ടാ? അപ്പൊ അച്ഛൻ എന്ത് ചെയ്യും? അച്ഛൻ വടിയെടുക്കും. വേറെ വടിയെടുക്കും. അമ്മ ചൂരിലെടുത്ത് അടിക്കുമ്പോ അച്ഛൻ വേറെ വടിയെടുക്കും. ആര് ജയിക്കും? അച്ഛൻ ജയിക്കും. അച്ഛൻ അടിക്കും. അമ്മ അച്ഛനെ അടിക്കണത് ഇപ്പൊ എത്ര പ്രാവശ്യം പറഞ്ഞേ? ആ അച്ഛൻ ഈ അടുത്ത ദിവസം വഴക്ക് കൂടിയാ? ചീത്തയൊന്നും പറയില്ലല്ലോ? അടിയടിയൊന്നും ഉണ്ടാവൂലല്ലോ? ചൂരലിന്റെ അടുത്ത് അങ്ങോട്ട് രണ്ടെണ്ണം കൊടുക്കും. അച്ഛൻ വേറെ വടിയെടുക്കും. എന്നിട്ട് സാരമില്ലെന്ന് പറഞ്ഞ ആരാണ്? അച്ഛൻ. അമ്മനോടാ? ടീച്ചർ ഇഷ്ടം എന്താന്ന് പറഞ്ഞ? ടീച്ചറിന്റെ പേര് സദയ ടീച്ചർ. എങ്ങനെയുണ്ടെന്നാ പറഞ്ഞത്? സൂപ്പറായിട്ടുണ്ട്. സദയ ടീച്ചറൊക്കെ ഇതിരുന്ന് കാണും. സദയ ടീച്ചർ സൂപ്പറാണ്, സദയ ടീച്ചർ പഠിപ്പിക്കും എന്നൊക്കെയാണ് പറയണത്. അതുപോലെ തന്നെ അച്ഛൻ പാവമാണ്, അമ്മയാണ് തുടക്കം കുറിക്കണം അല്ലേ? ഒരു നല്ല പാട്ട് പാടിക്കാൻ. യാഗു യാഗു പന്നിപ്പാക്കി യോളകത്തില്ല
ഒരു പൊളി ചുമില്ല ഇപ്പിക്കൊല കൊന്നകരും കൂപ്പിക്കൊല്ലാനേ ഇപ്പിക്കൊല്ലരും കൂപ്പിക്കൊല്ലാനേ പകുവാ ഇപ്പടി യവ്വപ്പടി. ഒന്നുകൂടി പഠിക്കാം. പാടും. ആദ്യം മുതൽ പാടും. ആദ്യം മുതൽ പഠിക്കേ. ഒന്നും കൂടി പഠിക്കേ. അറിയില്ല. ഇവിടുന്ന് ഒപ്പിച്ചു കൊണ്ടുവന്ന ഒരു സാധനമാണ്, അത് ആ വഴിക്ക് അങ്ങ് പോയി. ഇനി അത് രണ്ടാമത് പാടാൻ പറ്റില്ല എന്നാണ് പറയണത്. നടക്കോ? അമ്മയ്ക്കാണോ കൂടുതൽ ഭക്തി? എനിക്ക് തോന്നുന്നു അമ്മയ്ക്കാണ് നല്ല ശക്തി എന്ന് തോന്നുന്നു. പഠിച്ച് വലിയ ആളാകണം. ആരാവണം? ഡോക്ടർ. ഡോക്ടർ ആയി കഴിഞ്ഞാൽ എന്താണ് ഗുണം? ഓരോരുത്തരെയും ഇഞ്ചക്ഷൻ വയ്ക്കാം. ഓരോരുത്തരെയും വേദനിപ്പിക്കാം എന്നാണ് ആദ്യത്തെ കണ്ടുപിടുത്തം. മറ്റൊന്ന് അവരുടെ അസുഖം മാറ്റാം. അത് രണ്ടാമത്തെ നല്ല ധർമ്മം. മൂന്നാമത് അവര് പൈസ തരും. അവരുടെ പൈസ വാങ്ങിയെടുക്കാം. അത് അധർമ്മം. നല്ല ഡോക്ടർ ആയിരിക്കുമോ? അപ്പൊ കുഴപ്പമില്ല. എല്ലാവരും സൗജന്യമായിട്ട് ഫ്രീ ആയിട്ട് ചികിത്സിക്കോ? എത്ര പേരാ? 10. പക്ഷെ ഈ 10 പേരാണ് വന്നെങ്കിൽ എന്ത് ചെയ്യും? 10 പേരൊന്നും പൈസ വാങ്ങിക്കും. പാവപ്പെട്ട 10 പേരാണ് വന്നെങ്കിൽ ആ 10 പേരുടെ കയ്യിൽ നിന്നും ഞങ്ങൾ വാങ്ങി. അത് വേറെ, ഇതിറേ. പണമാണ് പ്രധാനം അല്ലേ? വീട്ടിൽ ഈ പണത്തിനോട് ഇച്ചിരി ഇതുള്ളതാരാണ്? ഇത്തിരി ആർത്തിയുള്ളതാരാണ്? അച്ഛൻ. ഇവിടെ വന്ന് എന്തൊക്കെ പറയണമെന്ന് ആരാ പറഞ്ഞു തന്നേക്കണത്? അമ്മ. അമ്മ എന്തൊക്കെ പറയണമെന്നാ പറഞ്ഞേക്കണത്? സത്യം പറയണം. സത്യം പറയണം. അമ്മനെ കുറിച്ച് വേണ്ടാത്ത കാര്യങ്ങളൊന്നും പറയരുത്. അച്ഛൻ അമ്മയെ എന്ത് വിളിക്കും? അച്ഛൻ അമ്മയെ മാളു. മോനെ എന്ത് വിളിക്കും? ഇവര് സ്നേഹം കൂടുമ്പോ എടീന്നൊക്കെ വിളിക്കും. സ്നേഹം കൂടുമ്പോ എടിയുന്നു. സ്നേഹം ഇല്ലാത്തപ്പോഴോ? സ്നേഹം ഇല്ലാത്തപ്പോ മോളെ എന്ന് വിളിക്കും. മോളെ എന്ന് വിളിക്കും. ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചരിത്രത്തിന്റെ താളുകളിൽ ഇങ്ങനത്തെ ഒരു വാക്ക് കേൾക്കുന്നത്. വീട്ടിൽ ആരാണ് തീരെ പാവം? തീരെ പാവം അമ്മ. പാവമെന്നാണ് ഞാൻ ചോദിച്ചത്. വല്ലതും വാങ്ങിത്തരും? എന്ത് വാങ്ങിത്തരും? പറയണൊക്കെ വാങ്ങിത്തരും. അമ്മയ്ക്ക് പറയാതെ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കും? എന്താണ്? ടൂത്ത് ബ്രഷ്. അമ്മ പാചകം ചെയ്യുന്നതാണോ നല്ലത് അടുക്കളപ്പണി, അല്ലെങ്കിൽ അച്ഛൻ അകത്ത് പാചകം ചെയ്യുന്നതാണോ? മോൻ ചെയ്യുന്നതാണോ? മോൻ എന്തൊക്കെ ചെയ്യും? ഞാൻ ചോറൊക്കെ വെക്കും. ചോറ് വെക്കും. കറി വെക്കുവോ? എന്ത് കറി? രസം. അതിന് രസമൊന്നും തന്നെ പേരാ ഇടാൻ പറ്റുമോ? നല്ല രസമായിരിക്കുവോ? എന്ന് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും പേരിടേണ്ടി വരുമോ? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 2. മോൻ എന്താകണം പിന്നെ? പോലീസ് ആകാനാണ്. എവിടെയാണ് സ്ഥലം? പേരൂർക്കട, പൂജപ്പുര, എല്ലാം അടുത്തടുത്താണ്. മോൻ ആഗ്രഹം പോലീസ് ആകണമെന്നാണ്. മോൻ പോലീസ് ആയാൽ ആരെ പിടിക്കും? അച്ഛനെ പിടിക്കും. കാര്യം കള്ളം വീട്ടിൽ തന്നെ ഉണ്ട്. അച്ഛൻ ആദ്യം പൊക്കണം. അച്ഛൻ വീഡിയോഗ്രാഫറാണ്. വീഡിയോ പണി ചെയ്തിട്ടാണ് കാശും കൊണ്ട് വന്നിട്ട് മോക്ക് പുതിയ ഉടുപ്പൊക്കെ മേടിച്ചു കൊടുക്കണത്. മോള് പഠിച്ച് പോലീസാകും. അച്ഛൻ ആദ്യം പൊക്കും. പിന്നെ ആരെ പൊക്കും? അമ്മയെ പൊക്കും. മാതാപിതാക്കൾ ആദ്യം പൊക്കി അകത്തിടണം. പിന്നെ ആരെ പൊക്കും? പിന്നെ ഇനി വീട്ടിൽ ആളില്ല. അനിയനുണ്ടോ? അനിയത്തി ഉണ്ടോ? പേരെന്താണ്? വേദ. വിട്ടേക്ക്. ഇവരെ 3 പേരും പൊക്കി അകത്തേക്ക് ഇട്ടാൽ സുഖമായി. ഇപ്പൊ ആരാ ചോറ് വാരി തരുന്നത്? അമ്മ. അതിനെ തന്നെ ആദ്യം രണ്ടാമതല്ലേ പൊക്കണത്. അമ്മമ്മ വല്ലതും തരാറുണ്ടോ? കഥകളൊക്കെ പറഞ്ഞു തരൂ. പാവമാണോ? ആരാ പാവം വീട്ടിൽ? അമ്മയാണോ അമ്മൂമ്മയാണോ? അച്ഛനെ അമ്മമ്മ ഇടിച്ച് പഞ്ചറാക്കി. അച്ഛനെ അമ്മുമ്മേ ഈ പഞ്ചറാക്കാൻ നോക്കുക. അച്ഛനെ അമ്മുമ്മ ഇടിച്ച് പഞ്ചറാക്കുമെന്ന് എപ്പോഴാണ് ഇടിക്കണത്? രാത്രിയാ ഇടിക്കണത്. അച്ഛനൊന്നും ചെയ്യൂലേ? അമ്മ ഒരു സാധനം എടുത്ത് താരമണ്ടയ്ക്കു. ആരുടെ? അച്ഛന് നല്ല ആരോഗ്യവും ആയുസ്സും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാര്യം അമ്മയും അമ്മുമ്മയും കൂടി അച്ഛനെ എടുത്തിട്ട് കീറലാണ്. ആ മനുഷ്യൻ വീഡിയോഗ്രാഫർ ജോലിയൊക്കെ ചെയ്ത് വരികയാണ്. ഈ അമ്മ അച്ഛനെ ഉപദ്രവിക്കുക. തല്ലുകൂടുവോ ഇവര്? എപ്പോഴാണത്? രാത്രിയും കൂടും രാവിലെയും കൂടും. ഉച്ചക്കില്ല? ഉച്ചയ്ക്കും ഉണ്ട്. ശരിക്കും പറഞ്ഞ വീടിന്റെ പേരെന്താണ്? ഇത് ബഹളഭവൻ ഇട്ടാ മതിയല്ലോ. ജഗ്ഗെടുത്ത് പൊട്ടിച്ചാളയും. ആര്? അച്ഛൻ. ജഗ്ഗൊക്കെ എടുത്ത് പൊട്ടിച്ചാളയും. എന്താ കാരണം? വെറുതെ ജഗ്ഗൊക്കെ എടുത്ത് വലിച്ചെറിയും. അമ്മനെ ചീത്ത വല്ലതും പറയുമോ? എന്തെന്ന് പറയും? പോടി കള്ളിന്നൊക്കെ പറയും. പൊടിയെന്ന് മാത്രം പറഞ്ഞാൽ മതി, കള്ളിയാണെന്ന് മനസ്സിലായി. എന്നിട്ട് അമ്മ കുറുക്കിലെ ഷോപ്പ് തൂക്കും. ആരാ? അച്ഛൻ്റെ.
ആഹാ അച്ഛൻ അമ്മനെ എടുത്തിട്ട് ചീത്തയൊക്കെ പറഞ്ഞ നേരത്തിൽ അമ്മമ്മ ഒരു വരവിങ്ങാട് വന്നിട്ട് രാജാപ്പാട്ട് വരവ് വന്നിട്ട് അച്ഛനെ എടുത്തിട്ട് കളച്ചിട്ട് ചവിട്ടി ഇട്ടിട്ട് പോകും. ഇത് എന്ത് വീടാണ് അപ്പൊ ഇത്? അടി ഇടി തരും. പോലീസ് സ്റ്റേഷനാണത്. മോനപ്പം ഇത് കണ്ടിട്ട് എന്ത് ചെയ്യും? ഞാൻ ഓടിപ്പോകും. എങ്ങോട്ട് പോകും? റോഡിൽ പോവും. അയ്യോടാ അപ്പൊ അവൻ കൊച്ചാണ് അല്ലേ? മോനെ സ്കൂളിലൊക്കെ കൊണ്ട് ക്ലാസ്സിൽ പോകാറുണ്ടോ? ഞാൻ തനി പോവാറുണ്ട്. തനിയെ പോവും? ഓ മോനെ ഉപദ്രവിക്കണത് ആരാണ്? അച്ഛൻ. അച്ഛൻ തല്ലുവാ? ആണോ? എത്രാം ക്ലാസ്സിൽ ഇപ്പൊ പഠിക്കണത്? 9th ക്ലാസ്സിൽ. 9ലാ? ഇതെന്താണ് പറഞ്ഞത്? പറഞ്ഞു ഇത് എങ്ങടാ പോണത്? എവിടെയാണ് നാട്? കലഞ്ഞൂർ. കലഞ്ഞൂർ മീൻസ് പത്തനാപുരം അല്ലേ? പാപ്പിച്ചി അതായത് പപ്പ ഈ അടുത്ത കാലത്ത് ദുബായിൽ നിന്ന് വന്നു. വന്നപ്പോൾ എന്ത് കൊണ്ടുവന്നു? 2 പാക്കറ്റ് മുട്ടായി. അത് നമുക്കിട്ട് തന്നു. ഓക്കെ. പിന്നെ 2 ടോയ്സ്. പേടിച്ചു ടോയ്ലറ്റ് ആണെന്ന് കരുതി. 3 ടോയ്സ്. 2 ടോയ്സ്. കുറെ ബ്ലാങ്കറ്റ്. എല്ലാരും പുതച്ച് കിടന്നോ? പിന്നെ കുറെ നമ്മുടെ ഈ വെള്ളമില്ലേ, പിന്നെ വെള്ള നിക്കറും വെള്ള ഉടുപ്പും. വെള്ള നിക്കറും വെള്ള ഉടുപ്പുവാ? ആ അതിടുന്ന ഈ ഇതില്ലേ, എന്തുവരുന്ന ബെഡ്ഷീറ്റ്. അല്ല ഒരു ബെഡ്ഷീറ്റും കൊണ്ടുവന്നു, പിന്നെ വെള്ള തുണിയും കൊണ്ടുവന്നു. കുറെ വെള്ള തുണി അടിച്ച് അങ്ങോട്ട് നിക്കർ അടിച്ച് അല്ലെങ്കിൽ ഷർട്ട് അടിച്ച് നടന്നോ? ഉമ്മച്ചിക്ക് എന്തൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു? പപ്പ മമ്മിക്ക് എന്തൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു? കുറെ സാരി. എന്ന് വരാന്ന് പറഞ്ഞാ പോയേക്കണത്? 2 വർഷം കഴിഞ്ഞു. വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ട്? അമ്മയും ഞാനും. ഗൾഫിലേക്ക് എപ്പോഴെങ്കിലും പോകണമെന്ന് തോന്നിയിട്ടുണ്ടോ? പോണെന്നുണ്ട്. ഫ്ലൈറ്റ് ആരും ഒപ്പിച്ചേരും. ഫ്ലൈറ്റും വേണമെങ്കിൽ ടിക്കറ്റ് ഞാൻ എടുത്തു തരാം. ഇനി എന്താ വേണ്ടേ? പാസ്പോർട്ട് ഒപ്പിക്കോ? പാസ്പോർട്ട് അങ്ങനെ ഒപ്പിച്ചാൽ മതി. 3 ഞാൻ തന്നെ ഒപ്പിച്ചു തന്നിട്ട് അങ്ങനെ കയറ്റി വിടാം. മമ്മിക്ക് ആഗ്രഹമുണ്ടോ ഗൾഫിൽ പോകണം? എനിക്കറിയില്ല, ചോദിച്ചിട്ടില്ല. ഇനി അടുത്ത വർഷം വരുമ്പോഴേ എന്തോ കൊണ്ടുവരുന്നതെന്ന് വിളിച്ചു പറഞ്ഞു. എന്ത് പറഞ്ഞു? എന്തു പറയാനാ, കുറെ മുട്ടായി കൊണ്ടുവരുമെന്ന് ആദ്യം പറഞ്ഞു. പിന്നെന്തുവാ തിരുത്തി പറഞ്ഞു. എന്തു തിരുത്തി പറഞ്ഞു അറിയില്ല. ഞാനേ 10 ബ്ലാങ്കറ്റ് കൊണ്ടുവരാന്നു. 2 പാക്കറ്റ് മുട്ടായും. 2 പാക്കറ്റ് മുട്ടായും കുറച്ച് ബ്ലാങ്കറ്റും വർഷാവർഷം ഇങ്ങനെ കൊണ്ടുവന്ന് നിറച്ചു തന്നാൽ 2 പേർക്ക് സമാധാനവും സന്തോഷവും. അതല്ലാതെ വേറൊരു സാധനം വേറെ സാധനം കൂടെ കൊണ്ടുവന്നുണ്ട്. കുറെ കടി. കടിയാ? ആ കടിയല്ല, ഈ കടി. വന്നു കഴിഞ്ഞാൽ നല്ലപോലെ കടി കിട്ടും. ഈ ബാപ്പി കടിക്കും. ഞാനും തിരിച്ചു കടിക്കാൻ പോകും, എന്നിട്ട് പറ്റിയിട്ടില്ല. പിന്നെ ഇതുവരെ പക്ഷെ എനിക്ക് പറ്റിയിട്ടുണ്ട് 2-3 ഈ കടിക്കാനാണോ വന്നത്? പിന്നല്ലാതെ ഭയങ്കര അടികൂടലാണ് വന്നാല്. കടിയോടെ കട്ടിൽ കിടന്ന്. അതുകൊണ്ട് ഈ കട്ടിൽ പൊട്ടിയത്. നല്ല തടിയുള്ള കട്ടിയിലായിരുന്നു, താഴെ കിടന്നു. ഇപ്പൊ അതുകൊണ്ടാ 2 കുറെ കടി കൂടുന്നു. ഞാനും പപ്പയും. അമ്മ എടുത്തിട്ട് കടിക്കും പപ്പ. അപ്പൊ ഞാൻ പോയി പപ്പയുടെ മണ്ട കയറിട്ട് പപ്പയെ കടിക്കും. അപ്പൊ പപ്പയെ നിൽക്കണം. ശരിക്കും ആളുകൾ തന്നെയാണോ നിങ്ങൾ? അല്ലെങ്കിൽ വീട്ടില് ഞാൻ ചോദിക്കുന്നത് മൃഗങ്ങളാണോ അതല്ലേ? അതാണ് ഞാൻ ചോദിച്ചു വരുന്നത്. ഈ കടിയല്ലാതെ ഞാൻ വേറൊന്നും ഇതുവരെ കേട്ടിട്ടില്ല. ഗൾഫിൽ നിന്ന് വന്നു തുടർന്ന് തുടങ്ങിയ പോലെ കടിയാണ്. കടിച്ചൊരു കട്ടിൽ പൊടിച്ചെന്ന് പറഞ്ഞു. ഒരു കട്ടിൽ പോയതാ. ഞാൻ ആദ്യമായിട്ട് കേൾക്കണേ ഇങ്ങനെ കടിച്ച് കട്ടിലോടിക്കണത്. പത്തനാപുരത്ത് കൂടി പോണ വഴിക്ക് ഒന്ന് വന്ന് കേറിയിട്ട് എന്താണ് വിശേഷം എന്ന് ചോദിച്ചാൽ പോലും എനിക്കിപ്പോ പേടിയാ. വീട്ടിൽ വല്ല മൃഗങ്ങളും വല്ലതും ഉണ്ടോ? കോഴിയും താറാവും മാത്രം. അത് വളർത്തുവോ അല്ലെങ്കിൽ വളർത്തി തിന്നുവോ? വളർത്തി തിന്നൂല്ല, കോഴി കൊടുക്കും. വിൽക്കുവോ? ആരാണ് അതിന്റെ ആള്? സൈഡ് ബിസിനസ് ആണത്. കാശി ആരാണ്? കാശ് വാങ്ങാനാ? കാശ് വാങ്ങില്ലേ? അതാണ് ആ മുതലാളി ഇരിപ്പുണ്ട്. കോഴി മുതലാളി. ഞങ്ങളെല്ലാവരും വിളിക്കുന്ന കിളിക്കൂടെ എന്ന്. ചിലവരും വിളിക്കും കോഴി എന്ന്. അല്ല, എന്നെ 2 പേര്. നിങ്ങൾ 2 കൂടി പോകുമ്പോ ഒന്ന് കിളിക്കൂടെ ഒന്ന് കോഴി എന്ന് പറഞ്ഞ് വിളിക്കും. കോഴി ആരെ വിളിക്കണം? കോഴിന്നാ എന്നെ അമ്മ വിളിക്കുന്ന. എന്താ കിളിക്കൂടെ എന്ന് വിളിക്കണം? കിളിക്കൂടോ? അത് ഞങ്ങളുടെ വീട്ടിൽ. അപ്പൊ കൊള്ളാം. അപ്പൊ നല്ല ഇതാണ്, രസകരമായിട്ടുണ്ട്. സിനിമ പേര് കൊണ്ട് പാട്ട് പാടുന്നുണ്ട്. ഒരു പാട്ട് പാടിയോ? ആര് പാടി? അങ്കിള് തന്നെ. എന്തെന്ന്? അങ്കിള് തന്നെയല്ലേ പറഞ്ഞേ?
ഞാൻ സിനിമാ പേര് കൊണ്ട് പാട്ട് പാടുന്ന ആരെയാണ് ഇഷ്ടം, മമ്മൂട്ടി മോഹൻലാൽ? മോഹൻലാലിനെ. നോക്കത്താ ദൂരത്ത് കണ്ണു നട്ട് മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു വിസ്മയത്തുമ്പത്തിരുന്ന് വഴിയോര കാഴ്ചകൾ കാണുന്നു ഒന്നാമൻ ദൂരെ ദൂരെയൊരു കൂടുകൂട്ടാൻ മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു നാടോടിയൊന്നരം നാട്ടുരാജാവിനി നാടുവാഴി നൽകി ചെങ്കോലി വർണ്ണപ്പകിട്ടുള്ള താളവട്ടം കണ്ട് എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു റോക്കണ്ടോളാടുന്നു ദേവദൂതൻ കലപ്പാനി അടിക്കുന്നു ബാലേട്ട. ഇവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട്. സീരിയലൊക്കെ അഭിനയിക്കണ്ട ബാലതാരമായിട്ട്, വലിയ താരമായിട്ട് അഭിനയിക്കണ്ട, ചെറിയ താരമായിട്ട് അഭിനയിക്കണ്ട. ബാലതാരമായിട്ടല്ല, വലിയ താരമായിട്ടല്ല, ചെറിയൊരു താരമായിട്ട് സീരിയലിലൊക്കെ മുഖം കാണിക്കുന്നുണ്ട്. അതാണ് ഞാൻ ഈ മുഖം എവിടെയോ കണ്ടിട്ടുണ്ട്, ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് പറഞ്ഞത് ആരാണ്? സുരേഷ് ഗോപി. സുരേഷ് ഗോപി. നുണ പറയാറുണ്ട? നുണക്കുഴിയുണ്ട്, നുണ പറയാറുണ്ട്. ആരോടാ നുണ പറയുന്നത്? ചേട്ടനോട്. ഇരിക്കണ ചേട്ടനോടാ. എന്ത് നുണയാണ് പറയാറ്? ഞാനാണെങ്കിൽ സ്കൂളിൽ പോണില്ല, ഞാൻ പഠിക്കുന്നില്ല. ഞാൻ സ്കൂളിൽ പോകുന്നില്ല, പഠിക്കുന്നില്ല. പക്ഷെ സ്കൂളിലും പോകുന്നുണ്ട്, പഠിക്കുന്നുണ്ട് അല്ലേ? ക്ലാസ്സിൽ ആരാ മിടുക്കി? അപ്പൊ നുണ പറഞ്ഞല്ലേ ഇപ്പൊ തന്നെ? നുണ പറയില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ മിടുക്കിയാണ്, അത് കള്ളമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ടീച്ചറിന്റെ അടുത്ത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. സിനിമയിൽ അഭിനയിക്കുമോ? പൂനക്കാട്ടെന്ന് പറയുന്ന സിനിമയിലാണ്. സിനിമാ നടിയായി കൊടുക്കേ. സിനിമാ നടിയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.